ഏവർക്കും വിദ്യാസാഗറിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതികശാസ്ത്രം എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്നും +1ലേക്ക് വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, 10ാം ക്ലാസ്സിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു 7ഓ 8ഓ ചാപ്റ്ററൊക്കെ ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിൽ പഠിച്ച് കാണത്തുള്ളൂ. പക്ഷേ +1ലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഏകദേശം 15ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ടെക്സ്റ്റ് 2 പാർട്ടായിട്ടാണ്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഒരു 8 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. സെക്കൻഡ് ടെക്സ്റ്റിലും അതുപോലെ തന്നെ ഒരു 7 ചാപ്റ്റേഴ്സോളം പഠിക്കുവാനായിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 10ാം ക്ലാസ്സിലെ കണ്ടൻസ് എന്ന് പറയുന്നത് കുറച്ച് കണ്ടൻസ് ആയിരുന്നു. പക്ഷേ +1ലേക്ക് വരുമ്പോൾ ആ ഒരു കണ്ടൻസ് വളരെയധികം വ്യത്യാസം വരുന്നു. കണ്ടൻസിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒത്തിരി പഠിക്കാനുണ്ട്. ആദ്യത്തെ ടെക്സ്റ്റിലെ 8 ചാപ്റ്ററിലും രണ്ടാമത്തെ ടെക്സ്റ്റിലെ 7 ചാപ്റ്ററിലുമായിട്ട് അങ്ങനെ ടോട്ടൽ 15 ചാപ്റ്റേഴ്സ്. ഈ 15 ചാപ്റ്റേഴ്സിലുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നല്ലതുപോലെ പഠിച്ചു പോകാം. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് വരെ നമ്മുടെ എക്സാമിനേഷൻ സ്കീം എന്ന് പറയുന്നത് നമ്മൾക്കൊരു തിയറി റിട്ടൺ എക്സാം കാണുമായിരിക്കും. അതുമായിട്ടാണ് അതിനെ ബേസ് ചെയ്താണ് അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്താണ് നമ്മുടെ മാർക്കും മറ്റ് ഗ്രേഡ്സും ഒക്കെ വരുന്നത്. പക്ഷേ +1ലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കോഴ്സിലേക്ക് വരുമ്പോൾ, +1 എന്നതിലുപരി നമ്മൾ +1 +2 ഹയർ സെക്കൻഡറി കോഴ്സാണ്. ഹയർ സെക്കൻഡറി കോഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ തിയറി എക്സാമിനേഷൻ, അതായത് റിട്ടൺ എക്സാമിനേഷൻ അല്ലെങ്കിൽ ബോർഡ് എക്സാമിനേഷൻ അതിൽ കൂടെ തന്നെ അതിനോടൊപ്പമായി അതിനോട് തുല്യമായ പ്രാധാന്യത്തോടു കൂടി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ലാബ് എക്സാമിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് രണ്ടിനും ഒരേ പ്രാധാന്യത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഈ 2 എക്സാമിനും ഒരേ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇവിടെ അസസ്മെന്റ് സ്കീം എന്ന് പറയുന്നത്, നിങ്ങൾ അസസ് ചെയ്യുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് ഇവിടെ വ്യത്യസ്തമാണ്. നമ്മുടെ തിയറി എക്സാമിനേഷൻ അല്ലെങ്കിൽ റിട്ടൺ എക്സാമിനേഷനെ ബേസ് ചെയ്തും പ്രാക്ടിക്കലിനെ ബേസ് ചെയ്തുമൊക്കെയാണ് നമ്മൾ ഒരു കുട്ടിയെ അസസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ അസസിങ് പാറ്റേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. നമ്മൾ ടോട്ടൽ 2 വർഷവും കൂടി ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏകദേശം 200 മാർക്കിനായിട്ടാണ് നമ്മൾ എക്സാം എഴുതുന്നത്. പക്ഷേ നമ്മൾ 200 മാർക്കും നമ്മുടെ റിട്ടൺ എക്സാമിൽ വരുന്നതല്ല. അതിൽ കുറച്ച് ഡിവിഷൻസ് ഉണ്ട്, സ്പ്ലിറ്റപ്സ് ഉണ്ട്. അതാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അതിലെ തന്നെ ഫസ്റ്റ് ഇയറിൽ, അതായത് +1ൽ നമുക്ക് 60 മാർക്കിൻ്റെ ഒരു റിട്ടൺ എക്സാം ആണ്. സെക്കൻഡ് ഇയറിലും അതുപോലെ തന്നെയാണ് 60 മാർക്കിൻ്റെ റിട്ടൺ എക്സാം. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന മാർക്ക് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഒരു 40 മാർക്കോളം ഉണ്ട്. അപ്പോൾ 160 മാർക്കായി. പിന്നെ ഒരു 40 മാർക്കുണ്ട്. അതിൽ 20 മാർക്ക് ഫസ്റ്റ് ഇയറിലെ നമ്മുടെ ഇന്റേണൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന മാർക്ക്, അതായത് നമ്മുടെ സെമിനാർ, അസൈൻമെൻറ്റ്, അറ്റൻഡൻസ് ഒക്കെ വരും അതിനകത്ത്. അതെല്ലാം അസസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന മാർക്കാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് ഇയറിലും അതുപോലെ തന്നെ 20 മാർക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആയിട്ട് വരും. പ്രാക്ടിക്കലിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒത്തിരി എക്സ്പെരിമെന്റ്സ് ചെയ്യാനുണ്ട്. അത് നമ്മൾ പഠിക്കുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കുന്നു അതിലെ കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എക്സ്പെരിമെന്റ്സ് തന്നെയാണ് നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത്. അപ്പോൾ ഈ കൺസെപ്റ്റ്, അതായത് നമ്മൾ ഈ പഠിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സിലും പഠിക്കുന്ന കൺസെപ്റ്റ്, തിയറി, അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ തിയറീസ് ഒക്കെ ഒന്ന് നല്ലതുപോലെ അറിഞ്ഞു വെച്ചിരിക്കുന്നതും നല്ലതാണ്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഈ പ്രാക്ടിക്കലിൻ്റെ കാര്യം. പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് പ്രാക്ടിക്കൽ ഇല്ല. പ്രാക്ടിക്കൽ മീൻസ് നമ്മുടെ പ്രാക്ടിക്കൽ അവേഴ്സ് ഉണ്ടാവും, പക്ഷേ എക്സാം ആയിട്ട് പ്രാക്ടിക്കൽ കാണില്ല, അല്ലെങ്കിൽ ലാബ് എക്സാം കാണില്ല. ആ എക്സാം എന്ന് പറയുന്നത് 40 മാർക്കിൻ്റെ ലാബ് എക്സാം നടക്കുന്നത് സെക്കൻഡ് ഇയർ അവസാനമായിരിക്കും. സെക്കൻഡ് ഇയർ പബ്ലിക് എക്സാമിനോട് ചേർന്നായിരിക്കും ആ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ കണ്ടൻസ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലതുപോലെ ആദ്യമേ പഠിച്ചു പോകേണ്ട ഒരു ആവശ്യകത മുന്നിലുണ്ട്. എല്ലാവരും ആദ്യമേ തന്നെ നല്ലതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുക. സിസ്റ്റമാറ്റിക്, അത് തന്നെയാണ് നമ്മുടെ ഈ ഫിസിക്സ് ഡീൽ ചെയ്യുന്നത്. ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് നമ്മുടെ ഫിസിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എന്താണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് വളരെ കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ ഹയർ സെക്കൻഡറി ലെവലിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് മാത്രമേ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങളെ ഈ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പുതിയൊരു തലം പരിചയപ്പെടുത്തുകയാണ്. ഹയർ സെക്കൻഡറി കോഴ്സ് ഫിസിക്സിന്റെ പുതിയൊരു തലമാണ്. എല്ലാ വിഷയങ്ങൾക്കും അങ്ങനെയാണ്, പുതിയൊരു തലമാണ് ഹയർ സെക്കൻഡറി കോഴ്സ്. അതുപോലെ നമ്മുടെ പ്രൊഫഷണൽ കോഴ്സ്, അതായത് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടെയാണ് ഹയർ സെക്കൻഡറി കോഴ്സ്. അപ്പോൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിവിടെ
പഠിച്ചു പോകുന്നുണ്ട്. ഈ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഡിഗ്രിക്കോ അല്ലെങ്കിൽ പി ജിക്കോ ഒക്കെ സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റു കോഴ്സുകൾക്ക് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചു പോകുന്നത്. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കുന്നത് മുൻപോട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഈ ക്ലാസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഫിസിക്സിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് സയൻസ്, സയന്റിഫിക് മെത്തേഡ് എന്താണെന്ന് പറയുന്നുണ്ട്, പിന്നെ ഫിസിക്സ് എന്താണെന്ന് പറയുന്നുണ്ട്, പിന്നെ സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ് എന്താണെന്ന് പറയുന്നുണ്ട്, പിന്നെ പറയുന്നത് ഫണ്ടമെന്റൽ ഫോഴ്സസ്, നമ്മുടെ നാച്ചുറലുള്ള ഫണ്ടമെന്റൽ ഫോഴ്സസിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ കുറച്ച് കൺസർവേഷൻ ലോസും പറയുന്നുണ്ട്. ഈ ചാപ്റ്റർ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് ഒരു എക്സാമിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ ഇതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളൂ. ഒരു ഏകദേശം 2-3 ടോപ്പിക്സ് മാത്രമേ ഇതിനകത്ത് വളരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതുള്ളൂ. ബാക്കി നമ്മുടെ ഇൻട്രൊഡക്ഷൻ തൊട്ട് ആ ചാപ്റ്ററിൽ ബാക്കി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു വെച്ചാൽ മതി. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സ്കൂളിലൊക്കെ മിക്കവാറും സെമിനാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് ഈ ചാപ്റ്റേഴ്സ് പൊതുവേ കൊടുക്കാറ്. സെമിനാറായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സ്കൂളിൽ തരുന്നത്. നമ്മളൊന്ന് വായിച്ചു വയ്ക്കുക. അതായത് നമ്മൾ ഈ +1 ക്ലാസ്സിൽ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന എല്ലാ ചാപ്റ്റേഴ്സിനെ കുറിച്ചും ബേസിക് ആയിട്ട് ഒരു ഐഡിയ തരുന്നതാണ് നമ്മുടെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് സയൻസ് എന്താണെന്നാണ്. നമ്മുടെ സയൻസ് എന്ന് പറയുന്ന ഒരു ടേം എങ്ങനെ ഇവോൾവ് ചെയ്ത് അല്ലെങ്കിൽ ഡെറൈവ് ചെയ്ത് വന്നു എന്ന് നമുക്ക് ആദ്യം നോക്കണം. സയൻസ് എന്ന് പറയുന്ന ടേം രൂപം കൊണ്ടത് സയൻഷ്യ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ആ ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ടു നോ, അറിയുക എന്നാണ്. ഓക്കെ, അറിയുക എന്ന് അർത്ഥമുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് സയൻസ് എന്ന് പറയുന്ന ഒരു ടേം രൂപം കൊണ്ടത്. ഓക്കെ, അടുത്ത് നമുക്ക് സയൻസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് സയൻസ്, എന്താണ് സയൻസ് എന്നാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന ഇൻ ആസ് മച്ച് ഡീറ്റെയിൽ ആൻഡ് ഡെപ്ത് ആസ് പോസിബിൾ ആൻഡ് യൂസ് ദ നോളജ് സോ ഗെയിൻഡ് ടു പ്രെഡിക്റ്റ്, മോഡിഫൈ ആൻഡ് കൺട്രോൾ ഫിനോമിന. സയൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ആണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ശ്രമമാണ്. സിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? കറക്റ്റ് ആയിട്ട് ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് പോകുന്ന ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ ശ്രമമാണ്. ടു സ്റ്റഡി നാച്ചുറൽ ഫിനോമിന, പ്രകൃതിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുവാനുള്ള ഒരു മേഖല അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ആണ്. എന്താണ് സയൻസ് എന്ന് പറയുന്നത്? ഇറ്റ്സ് ആൻ അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന ഇൻ ആസ് മച്ച് ഡീറ്റെയിൽ ആൻഡ് പോസിബിൾ, എത്രത്തോളം നമുക്ക് കഴിയാവുന്നിടത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഫിനോമിനാസിനെ കുറിച്ച് പഠിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു മേഖലയാണ് സയൻസ് എന്ന് പറയുന്നത്. ആൻഡ് യൂസ് ദ നോളജ് സോ ഗെയിൻഡ്, അങ്ങനെ കിട്ടുന്ന നോളജിനെ നമ്മൾ എന്ത് ചെയ്യണം? ടു പ്രെഡിക്റ്റ്, മോഡിഫൈ ആൻഡ് കൺട്രോൾ ഫിനോമിന. അങ്ങനെ നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റിലൂടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, എന്താണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഫിനോമിനാസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ആ ഫിനോമിനാസിന്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അതിൽ വരുന്ന മോഡിഫിക്കേഷൻസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫിനോമിനാസിനെ കുറിച്ച് ഏറ്റവും ബേസിക് ആയിട്ട് അറിയണം. അതിന്റെ നാച്ചുറൽ, ആ ഫിനോമിനാസിന്റെ പ്രകൃതം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഭാവിയിൽ അത് എങ്ങനെയൊക്കെ ആ പ്രതിഭാസത്തിനുണ്ടാകുന്ന ഔട്ട്പുട്ട്സ് എന്തൊക്കെയാണ് ആ പ്രതിഭാസം കാണിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ സയൻസിൽ ബേസിക് ആയിട്ട് പറയുന്നത്. അപ്പോൾ സയൻസിന്റെ ഡെഫിനിഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് എന്താണ് സയന്റിഫിക് മെത്തേഡ് എന്നാണ്. എന്താണ് സയന്റിഫിക് മെത്തേഡ് എന്നാണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്. സയന്റിഫിക് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സയൻസ് പഠിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞു അതിന് കൃത്യമായിട്ടൊരു പ്രൊസീജിയർ ഉണ്ട്. അത് പഠിച്ചു വരുന്നതിന് അല്ലെങ്കിൽ നാച്ചുറൽ ഫിനോമിനാസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിന് കൃത്യമായിട്ടൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ എങ്ങനെയാണ്? അതാണ് നമ്മൾ ഈ സയന്റിഫിക് മെത്തേഡിൽ പറയുന്നത്. നമ്മുടെ സയൻസിന്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ സയൻസ് ഇവോൾവ് ചെയ്തു വരുന്ന ആ ഒരു ഹിസ്റ്ററി ഒക്കെ രൂപം കൊള്ളുന്നത് ഈ സയന്റിഫിക് മെത്തേഡിനനുസരിച്ചാണ്. സയൻസിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വന്നത് നമ്മുടെ ഈ സയന്റിഫിക് മെത്തേഡിനെ ബേസ് ചെയ്താണ്. അപ്പോൾ സയന്റിഫിക് മെത്തേഡിന് നമ്മൾ പ്രധാനമായിട്ട് പറയുവാണെങ്കിൽ 4 സ്റ്റെപ്പുകളാണുള്ളത്. എത്ര സ്റ്റെപ്പുകളാണ്? 4 സ്റ്റെപ്പുകളാണുള്ളത്. ആ സ്റ്റെപ്പുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ഓഫ് റെലവന്റ് ഫാക്ട്സ്. എന്താണ്? ഒബ്സർവേഷൻ ഓഫ് റെലവന്റ് ഫാക്ട്സ് എന്നതാണ്. ഓക്കെ, എന്താണ് ഒബ്സർവേഷൻ ഓഫ് റെലവന്റ് ഫാക്ട്? അതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു നാച്ചുറൽ ഫിനോമിനെ ഒബ്സർവ് ചെയ്യണം. എന്തെങ്കിലും ഒരു നാച്ചുറൽ ഫിനോമിനെ എനിക്ക് ഒബ്സർവ് ചെയ്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ നാച്ചുറൽ ഫിനോമിന സംഭവിക്കുമ്പോൾ ഞാൻ അതിനെ കീനായിട്ട് ഒബ്സർവ് ചെയ്യും. കീൻ വെച്ചാൽ വളരെ ശ്രദ്ധയോടെ അങ്ങേയറ്റം അറ്റ്മോസ്റ്റ് കെയർ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒബ്സർവ് ചെയ്യും. അതിനാണ് നമ്മൾ ഒബ്സർവേഷൻ ഓഫ് റെലവന്റ് ഫാക്ട്. അതായത് നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഏത് നാച്ചുറൽ ഫിനോമിനെ കുറിച്ചാണോ നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആ ഫിനോമിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് അങ്ങ് ഒബ്സർവ് ചെയ്യുക, വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുക ആ ഫിനോമിനെ. അതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്.
ഓക്കെ, അതാണ് ഒബ്സർവേഷൻ ഓഫ് റെലവൻറ്റ് ഫാക്ട് എന്ന് പറയുന്ന പോയിന്റിനകത്ത് നമുക്ക് പറയാനുള്ളത്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രപ്പോസൽ ഓഫ് എ തിയറി ബേസ്ഡ് ഓൺ ദീസ് ഒബ്സർവേഷൻ. അതായത് നമ്മളിപ്പോൾ നടത്തി ആദ്യ സ്റ്റെപ്പിൽ നമ്മൾ ഒരു ഒബ്സർവേഷൻ നടത്തി, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു തിയറി പ്രപ്പോസ് ചെയ്യണം. എന്ത് ചെയ്യണം, ഒരു തിയറി പ്രപ്പോസ് ചെയ്യണം. പ്രപ്പോസൽ ഓഫ് എ തിയറി ബേസ്ഡ് ഓൺ ദീസ് ഒബ്സർവേഷൻ. അതായത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒബ്സർവ് ചെയ്തു, അതിനെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു തിയറി പ്രപ്പോസ് ചെയ്യണം. തിയറി എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മളൊരു ഫിനോമിനെ ഒബ്സർവ് ചെയ്തു. ആ ഒബ്സർവ് ചെയ്തതിന് ശേഷം നമുക്ക് തോന്നുന്ന, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആശയം നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവതരിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ പ്രപ്പോസൽ ഓഫ് എ തിയറി ബേസ്ഡ് ഓൺ ദീസ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പിന് നമുക്ക് മറ്റൊരു പേരിലും പറയാം, ഹൈപ്പോത്തിസിസ് സെക്ഷൻ എന്നും പറയാം. എന്ത് സെക്ഷൻ എന്നും പറയാം, ഒരു ഹൈപ്പോത്തിസിസ് സെക്ഷൻ മേക്ക് ചെയ്യുന്നൊരു സ്റ്റെപ്പാണത്. ഹൈപ്പോത്തിസിസ് വെച്ചാൽ മറ്റൊന്നുമല്ല, ഒരു കൃത്യമായിട്ടുള്ളൊരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം നമ്മൾ പറയുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് മേക്ക് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പ്രപ്പോസൽ ഓഫ് എ തിയറി ബേസ്ഡ് ഓൺ ദീസ് എക്സ്പെരിമെന്റ്സ്. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പാണ് ടെസ്റ്റിംഗ് ഓഫ് ദ പ്രപ്പോസ്ഡ് തിയറി ബൈ എക്സ്പെരിമെന്റ്സ്. എന്താണ് ടെസ്റ്റിംഗ് ഓഫ് ദ പ്രപ്പോസ്ഡ് തിയറി ബൈ എക്സ്പെരിമെന്റ്? നമ്മളിപ്പോൾ ഒരു തിയറി അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് പ്രപ്പോസ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമുക്കത് ടെസ്റ്റ് ചെയ്യണം. അത് ശരിയാണോ, അത് പൂർണ്ണമായിട്ട് ശരിയാണോ, നമ്മൾ പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ട് ശരിയാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്, ടെസ്റ്റിംഗ് ഓഫ് ദ പ്രപ്പോസ്ഡ് തിയറി ബൈ എക്സ്പെരിമെന്റ്. അത് എങ്ങനെയായിരിക്കണം, എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തായിരിക്കണം. എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ, അതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമുക്ക് ആ നാച്ചുറൽ ഫിനോമിനെ ഒബ്സർവ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് നമ്മുടേതായ രീതിയിൽ ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുക. അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രപ്പോസ് ചെയ്ത തിയറി തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ തെളിയിക്കണം. അതാണ് എന്ത് പറയുന്നത്, ടെസ്റ്റിംഗ് ഓഫ് ദ പ്രപ്പോസ്ഡ് തിയറി ബൈ എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് ഓഫ് ദ പ്രപ്പോസ്ഡ് തിയറി ബൈ എക്സ്പെരിമെന്റ്. ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് ആ എക്സ്പെരിമെന്റ് വഴി കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ നാച്ചുറൽ ഫിനോമിനൻ വഴി നമ്മൾ ഒബ്സർവ് ചെയ്ത് വച്ചേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ശരിയാണോ എന്ന് നോക്കുക, ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക, ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് നോക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഇഫ് നെസസറി. അതായത് നമ്മൾ പറഞ്ഞൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തി. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എക്സ്പെരിമെന്റ് നടത്തി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയാൻ പോകുന്നത് മോഡിഫിക്കേഷൻസിനെ കുറിച്ചാണ്. മോഡിഫിക്കേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്, ചേഞ്ച് ആണ്. അത് നമ്മളൊരു കാര്യം പറഞ്ഞു വെച്ചു, ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ പറഞ്ഞു വെച്ചു, അത് നമ്മൾ തെറ്റാണോ ശരിയാണോ നമ്മുടെ തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലായി. അങ്ങനെ തെറ്റാണെങ്കിൽ, നമ്മൾ പറഞ്ഞ കാര്യം തെറ്റാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് അതിന് വരുത്തണം, അത് ശരിയായിട്ട് മാറ്റുവാനായിട്ട് എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ അതിന് അഡീഷണൽ ആയിട്ട് കൊണ്ടുവരണം. അതാണ് മോഡിഫിക്കേഷൻസ് ഇഫ് നെസസറി എന്ന് പറയുന്നത്. എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് നമുക്ക് അതിൽ കൊടുക്കുവാനുണ്ടെങ്കിൽ കൊടുക്കുക. നമ്മുടെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നതിനനുസരിച്ച് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് കൊടുക്കുവാനുണ്ടോ എന്നനുസരിച്ച് കൊടുക്കുക. നമ്മുടെ സയൻസിൽ ഒരു തിയറിയും എല്ലാ കാലവും നിലനിൽക്കുന്നതല്ല. അതായത് ചേഞ്ചസ്, ഇപ്പോൾ ഒരു തിയറി തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു തിയറി പറയുകയാണ്, നമ്മൾ ഒരു തിയറി പറഞ്ഞു, അതിനെ നമ്മൾ തെറ്റാണെന്ന് തെളിയിച്ചു, അപ്പോൾ തിയറി മാറ്റപ്പെടും. അതിനെ പുനഃസ്ഥാപിച്ചുകൊണ്ട് പുതിയൊരു തിയറി അവിടെ രൂപം കൊള്ളും. ഓക്കെ, എക്സ്പെരിമെന്റ് വഴി കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ നിലവിലുള്ള തിയറീസ് എന്തെങ്കിലും തെറ്റാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിന് കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ, നമുക്ക് ആ നിലവിലിരിക്കുന്ന തിയറിയെ മാറ്റി നമ്മുടേതായിട്ടുള്ള ഒരു തിയറി മാറ്റിക്കൊണ്ടുവരാൻ കഴിയും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിലവിലുള്ള തിയറീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ ഹൈപ്പോത്തിസിസ് സെക്ഷനിൽ നമ്മൾ നിലവിലുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു വെച്ചേക്കുവാണ്. അപ്പോൾ അതിനെന്തെങ്കിലും മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാനുണ്ടോ, അതാണ് നമ്മൾ മോഡിഫിക്കേഷൻസിനകത്ത് പറയുന്നത്. അപ്പോൾ സയന്റിഫിക് മെത്തേഡ്സിന് 4 സ്റ്റെപ്പുകളുണ്ടെന്ന് പറഞ്ഞു. ഞാനത് ഒന്നുകൂടെ പറയാം ഏതൊക്കെയാണ് സ്റ്റെപ്പ് എന്ന്. ഒന്നാമത്തെ എന്താണ്, ഒബ്സർവേഷൻ ഓഫ് റെലവൻറ്റ് ഫാക്ട്സ്. നമുക്ക് പഠിക്കുവാൻ ആവശ്യമായ കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. അടുത്ത എന്താണ്, പ്രപ്പോസൽ ഓഫ് എ തിയറി ബേസ്ഡ് ഓൺ ദീസ് ഒബ്സർവേഷൻ. നമ്മൾ നടത്തിയ ഒബ്സർവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു തിയറി പ്രപ്പോസ് അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് പ്രപ്പോസ് ചെയ്യുന്നു. അടുത്തത് ടെസ്റ്റിംഗ് ഓഫ് ദ പ്രപ്പോസ്ഡ് തിയറി ബൈ എക്സ്പെരിമെന്റ്സ്. അതായത് നമ്മളൊരു പ്രപ്പോസ്ഡ് തിയറി വച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ ശരിയാണോ തെറ്റാണോ ടെസ്റ്റ് ചെയ്യണം. അത് ത്രൂ എക്സ്പെരിമെന്റ്സ് ആയിരിക്കണം. അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ഉപയോഗിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, തിയറിയെ തെറ്റാണോ ശരിയാണോ എന്ന് പറയുന്നു. ഓക്കെ, അടുത്തെന്താണ്, മോഡിഫിക്കേഷൻ. 4ാമത്തെ സ്റ്റെപ്പ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സയന്റിഫിക് മെത്തേഡിനകത്ത് പറയുവാനായിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് ഫിസിക്സ്. എന്താണ് ഫിസിക്സ് എന്ന് ആണെന്നാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. എന്താണ് ഫിസിക്സ്?
അപ്പോൾ ഫിസിക്സ് എന്ന് വെച്ചാൽ അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ ഞാൻ പറയാം. സ്റ്റഡി ഓഫ് ബേസിക് ലോസ്. എന്താണ്? സ്റ്റഡി ഓഫ് ബേസിക് ലോസ് ഓഫ് നാച്ചർ. Study of basic laws of nature and their manifestation in different natural phenomena. Study of basic laws of nature and their manifestation in different natural phenomena. അതായത് നമ്മുടെ നാച്ചുറിൻ്റെ ബേസിക് ലോസിനെ കുറിച്ചുള്ള പഠനം. എന്താണ്? നാച്ചുറൽ നടക്കുന്ന നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഫിനോമിനാസിനെ കുറിച്ചുള്ള പഠനം, ബേസിക് ലോസിനെ കുറിച്ചുള്ള പഠനം. അതുപോലെ ആ ലോയൊക്കെ നമ്മുടെ ഈ നാച്ചുറൽ നടക്കുന്ന ഫിനോമിനയൊക്കെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അതാണ് മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ എന്നും പറയാം. അപ്പോൾ ദ സ്റ്റഡി ഓഫ് ബേസിക് ലോസ് ഇൻ നാച്ചർ ആൻഡ് ദെയർ മാനിഫെസ്റ്റേഷൻ ഇൻ ഡിഫറൻറ്റ് നാച്ചുറൽ ഫിനോമിന. അപ്പോൾ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ ഫിനോമിനാസിനെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ പിന്നിലുള്ള തത്വം പഠിക്കുക. അതുപോലെ ആ തത്വങ്ങൾ ഈ നാച്ചുറൽ ഫിനോമിനാസിനെയൊക്കെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്സ്. അങ്ങനെയുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്സ് എന്നുള്ളത്. അപ്പോൾ ഫിസിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ബേസിക് ലോസ് ഓഫ് നാച്ചർ ആൻഡ് ദെയർ മാനിഫെസ്റ്റേഷൻസ് ഇൻ ഡിഫറൻറ്റ് നാച്ചുറൽ ഫിനോമിന. അപ്പോൾ നമ്മുടെ ഈ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. അതിലൊന്നാണ് മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച്. മെക്കാനിക്സ് എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് മോഷൻ, അതായത് ചലനത്തെക്കുറിച്ചുള്ള പഠനം. എന്താണ് മോഷൻ എന്ന് വെച്ചാൽ? ചലനം. ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്താ മെക്കാനിക്സ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ +1 ക്ലാസ്സിൽ ഒട്ടുമിക്ക ചാപ്റ്റേഴ്സിലും നമ്മൾ ഡീൽ ചെയ്യുന്നത് സ്റ്റഡി ഓഫ് മോഷനാണ്, വിവിധ തരത്തിലുള്ള മോഷൻ. ഓക്കെ, നമ്മുടെ 2nd ചാപ്റ്ററിൽ നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു നേർരേഖയിലൂടെയുള്ള ചലനം നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ചാപ്റ്ററിൽ മോഷൻ ഇൻ എ പ്ലെയിൻ, ഒരു പ്രതലത്തിൽ കൂടിയുള്ള ചലനം പഠിക്കുന്നുണ്ട്. പിന്നെ ലോസ് ഓഫ് മോഷൻ പഠിക്കുന്നുണ്ട്. പിന്നെ റൊട്ടേറ്ററി മോഷൻ പഠിക്കുന്നുണ്ട്. പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുന്നുണ്ട്. അതും ഒരുതരത്തിലുള്ള ഫ്ലൂയിഡിൻ്റെ മോഷനാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. പിന്നെ ഗ്രാവിറ്റേഷൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഈ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഈ +1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒട്ടുമിക്ക ചാപ്റ്റേഴ്സും, ഒരു 90% ചാപ്റ്റേഴ്സും വിവിധതരം മോഷൻ അല്ലെങ്കിൽ മെക്കാനിക്സുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അപ്പോൾ ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ച് ഏതാണ്? മെക്കാനിക്സ്. പിന്നെ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പഠിക്കുവാനായിട്ട് ബ്രാഞ്ചുണ്ട്. മാഗ്നറ്റിസം പഠിക്കണം, അതിന് ബ്രാഞ്ചുണ്ട്. ഓക്കെ, പിന്നെ ഒപ്റ്റിക്സ് ഉണ്ട്. എന്താണ് ഒപ്റ്റിക്സ്? ലൈറ്റിനെ കുറിച്ചുള്ള സ്റ്റഡി, ഒപ്റ്റിക്സ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ബ്രാഞ്ചസ് നമുക്ക് ഫിസിക്സിനായിട്ട് പറയാൻ കഴിയും. ഇനിയും ബ്രാഞ്ചസ് ഉണ്ട്, ഒത്തിരി ബ്രാഞ്ചസ് നമുക്ക് ഫിസിക്സിന് പറയുവാനായിട്ട് കഴിയും. ബേസിക്കായിട്ട് നമുക്ക് ഫിസിക്സിനെ ക്ലാസിക്കൽ ഫിസിക്സ് എന്നും ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് എന്നും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ ക്ലാസിക്കൽ ഫിസിക്സിനകത്താണ് ഞാൻ പറഞ്ഞ ഈ ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ മെക്കാനിക്സ്, ബാക്കി ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. മെക്കാനിക്സ്, പിന്നെ എന്താണ് ഒപ്റ്റിക്സ്, അതൊക്കെ വരുന്നത് നമ്മുടെ ക്ലാസിക്കൽ ഫിസിക്സിനകത്താണ്. ക്വാണ്ടം മെക്കാനിക്സ് അത് മറ്റൊരു മേഖലയാണ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഫിസിക്സ് നമ്മൾ പഠിക്കുമ്പോൾ അപ്ലൈ ചെയ്യുന്ന രണ്ട് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. അതിലൊന്ന് യൂണിഫിക്കേഷനും മറ്റൊന്ന് റിഡക്ഷൻ പ്രിൻസിപ്പിൾ. ഒന്ന് യൂണിഫിക്കേഷൻ പ്രിൻസിപ്പിൾ, മറ്റൊന്ന് റിഡക്ഷൻ പ്രിൻസിപ്പിൾ. ഈ യൂണിഫിക്കേഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ലോ അല്ലെങ്കിൽ ഒരു നിയമം സജസ്റ്റ് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും, അതെല്ലാം ഒരു ലോ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാവിറ്റേഷൻ പറയുകയാണ്. നമ്മൾ ഭൂമിയിൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നു, എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷൻ കൊണ്ടാണ്. നമ്മുടെ എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങുന്നുണ്ട്. ഓക്കെ, അതായത് സണ്ണിൻ്റെ ചുറ്റാകെയുള്ള മോഷൻ ഗ്രാവിറ്റേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്നുണ്ട്, അതും ഗ്രാവിറ്റേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രാവിറ്റേഷൻ ലോ വെച്ച് ഐസക് ന്യൂട്ടൺ പ്രപ്പോസ് ചെയ്ത ആ ഒരു ഗ്രാവിറ്റേഷൻ ലോ വെച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എന്താ പറയുക യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ലോ വെച്ചിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ പറയാം? ടു എക്സ്പ്ലെയിൻ ഡൈവേഴ്സ് ഫിസിക്കൽ ഫിനോമിനാസ്. എന്താണ്? ടു എക്സ്പ്ലെയിൻ ഡൈവേഴ്സ് ഫിസിക്കൽ ഫിനോമിനാസ് ഇൻ ടേംസ് ഓഫ് ഫ്യൂ കൺസെപ്റ്റ് ആൻഡ് ലോസ്. എന്താണ്? ടു എക്സ്പ്ലെയിൻ ഡൈവേഴ്സ് ഫിസിക്കൽ ഫിനോമിനാസ് ഇൻ ടേംസ് ഓഫ് ഫ്യൂ കൺസെപ്റ്റ് ആൻഡ് ലോസ്. ഒത്തിരി ഫിസിക്കൽ ഫിനോമിനാസിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക, വളരെ കുറച്ച് കൺസെപ്റ്റ്സ് ലോസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് ഫിസിക്കൽ ഫിനോമിനാസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? യൂണിഫിക്കേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് റിഡക്ഷൻ മെക്കാനിസത്തെ കുറിച്ചാണ്. എന്താണ് റിഡക്ഷൻ മെക്കാനിസം? അപ്പോൾ റിഡക്ഷൻ മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ ടു ഡെറൈവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ബിഗർ മോർ കോംപ്ലക്സ് സിസ്റ്റം ഫ്രം ദ പ്രോപ്പർട്ടീസ് ആൻഡ് ഇന്ററാക്ഷൻ ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സിസ്റ്റത്തെ കുറിച്ച് പഠിക്കണം.
ഒരു വലിയൊരു സിസ്റ്റമാണ്. അപ്പോൾ ഒരു വലിയൊരു സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി അപ്പോൾ അത്രയും ഒരു ഏരിയ നമുക്ക് എടുത്ത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കും. അതിൻ്റെ എന്താണ്, അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അത് ഓരോ സമയം എങ്ങനെയാണ്, അത് ഓരോ നാച്ചുറൽ ഫിനോമിനാസിനോട് എങ്ങനെ ബിഹേവ് ചെയ്യും, അതൊക്കെ കുറിച്ച് പഠിച്ചിട്ട് അത് നമ്മൾ ബിഗർ, അതായത് നമ്മുടെ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ അതിനെ വലിയൊരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് അങ്ങ് മാറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഡക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജനറേറ്ററിൻ്റെ പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കണമെന്ന് വയ്ക്കാം. നമ്മൾ എന്ത് ചെയ്യും, ആ ജനറേറ്ററിനകത്തുള്ള ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കും. ആ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് ഒരു ജനറേറ്ററിൻ്റെ ഒരു പൂർണ്ണമായ അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഇതിന് ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതാണ് നമ്മുടെ റിഡക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. എന്താണ് റിഡക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നമുക്ക് ഫിസിക്സിന് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഉണ്ട്. ഹീറ്റിനെ കുറിച്ചും മറ്റും പഠിക്കുന്ന ബ്രാഞ്ചാണ്. അവിടെ നമ്മൾ മാക്രോസ്കോപ്പിക് സിസ്റ്റം, അതായത് ലാർജ് സിസ്റ്റങ്ങളെ കുറിച്ചാണ്, വലിയ സിസ്റ്റങ്ങളെ കുറിച്ചാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൺസിഡർ മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസിനെ കുറിച്ച് മറ്റുമൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വലിയ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാൻ പാടാണ്. നമ്മളൊരു ചെറിയ സിസ്റ്റം കൺസിഡർ ചെയ്തിട്ട് ആ ചെറിയ സിസ്റ്റത്തിന്റെ ബിഹേവിയർ, നാച്ചർ, അതൊക്കെ നമ്മൾ പഠിക്കുന്നു. എന്നിട്ട് ആ നമ്മൾ വലിയ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ റിഡക്ഷൻ മെക്കാനിസത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്, ഒന്ന് യൂണിഫിക്കേഷൻ മെക്കാനിസവും മറ്റൊന്ന് റിഡക്ഷൻ മെക്കാനിസം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള സ്കോപ്പ് ആൻഡ് എക്സ്ട്രീറ്റ്മെന്റ് ഓഫ് ഫിസിക്സ് ആണ്. നമ്മൾ ഫിസിക്സിൽ ബേസിക് ആയിട്ട് പറയുമ്പോൾ നമുക്ക് രണ്ട് ഡൊമൈൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഉള്ളത്. എന്താണ്? രണ്ട് ഡൊമൈൻ ഓഫ് ഇൻട്രസ്റ്റുകളാണുള്ളത്. ഒന്ന് മാക്രോസ്കോപ്പിക് ഡൊമൈൻ ഓഫ് ഇൻട്രസ്റ്റും മറ്റൊന്ന് മൈക്രോസ്കോപ്പിക് ഡൊമൈൻ ഓഫ് ഇൻട്രസ്റ്റ്. നമുക്കിനി അടുത്ത് നോക്കണം ഈ എന്താണ് മാക്രോസ്കോപ്പിക് ഡൊമൈൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നും അടുത്തത് മൈക്രോസ്കോപ്പിക് ഡൊമൈൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നും നോക്കണം. ഈ മാക്രോസ്കോപ്പിക് ഡൊമൈൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the domain which includes the laboratory phenomena, എന്താണ് the study of laboratory phenomena, terrestrial phenomena, astronomical phenomena, അതിനെക്കുറിച്ചുള്ള പഠനങ്ങളെ നമ്മൾ എന്ത് പറയും? മാക്രോസ്കോപ്പിക് ഡൊമൈൻ എന്ന് പറയും. എന്തോ ഡൊമൈൻ എന്ന് പറയും? മാക്രോസ്കോപ്പിക് ഡൊമൈൻ. നമ്മൾ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ലബോറട്ടറിയിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗ്രഹങ്ങളെ കുറിച്ചുള്ള പഠനം, അങ്ങനെയുള്ള പഠനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാക്രോസ്കോപ്പിക് സ്റ്റഡീസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? മാക്രോസ്കോപ്പിക് സ്റ്റഡീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, നമ്മുടെ നേക്കഡ് ഐസ് അല്ലെങ്കിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഫിനോമിനാസ്, നമ്മുടെ കൺമുന്നിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഫിനോമിനാസിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്ത് പറയുന്നത്? മാക്രോസ്കോപ്പിക് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഈ മാക്രോസ്കോപ്പിക് സ്റ്റഡീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചസിനെയൊക്കെയാണ് നമ്മൾ ചേർത്തുകൊണ്ട് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ തെർമോഡൈനാമിക്സ്, ഇലക്ട്രോമാഗ്നറ്റിസം, പിന്നെ മെക്കാനിക്സ്, ഒപ്റ്റിക്സ്, ഇതൊക്കെ എന്തിൽ വരും? മാക്രോസ്കോപ്പിക് സ്റ്റഡീസിനെ അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ഫിനോമിനാസിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയും. അപ്പോൾ മാക്രോസ്കോപ്പിക് ഡൊമൈൻസ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള പഠനമാണ് എന്ത്? ക്ലാസിക്കൽ ഫിസിക്സ്. അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫിനോമിനാസ് അറ്റ് ടെറസ്ട്രിയൽ ലെവൽസ്, അറ്റ് ലബോറട്ടറി ലെവൽസ്, അല്ലെങ്കിൽ അറ്റ് അസ്ട്രോണമിക്കൽ ലെവൽസ്. ഈ ലെവൽസ് അല്ലെങ്കിൽ ഈ സ്കെയിൽസിലൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഫിനോമിനാസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മാക്രോസ്കോപ്പിക് ഡൊമൈനെ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് എന്താണ്? മൈക്രോസ്കോപ്പിക് ഡൊമൈൻ എന്നാണ്. എന്താണ്? മൈക്രോസ്കോപ്പിക് ഡൊമൈൻ. നമ്മുടെ മൈക്രോസ്കോപ്പിക് ഡൊമൈൻ ഇൻക്ലൂഡ്സ് അറ്റോമിക് ഫിനോമിനാസ്, മോളിക്കുലാർ ഫിനോമിനാസ്, ന്യൂക്ലിയർ ഫിനോമിനാസ്. ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോസ്കോപ്പിക് ഡൊമൈനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം, നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് അല്ലെങ്കിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര തരത്തിലുള്ള ഫിനോമിനാസിനെ കുറിച്ചുള്ള പഠനത്തെ നമുക്ക് എന്തു പറയാം? മൈക്രോസ്കോപ്പിക് ഡൊമൈൻ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിക് ഡൊമൈനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? അറ്റോമിക് സ്റ്റഡീസ്, ആറ്റത്തിനെ കുറിച്ചുള്ള പഠനം, മോളിക്കുലാർ സ്റ്റഡീസ്, മോളിക്കുലാർ ഫിനോമിനാസിനെ കുറിച്ചുള്ള പഠനം, ന്യൂക്ലിയർ ഫിനോമിനാസ് അതിനെക്കുറിച്ചുള്ള പഠനം, ന്യൂക്ലിയർ അകത്ത് നടക്കുന്ന റിയാക്ഷൻസും അതിനെക്കുറിച്ചൊക്കെ ഉള്ള പഠനം. അതായത് നമുക്ക് നമ്മുടെ നേക്കഡായി കൊണ്ട് കാണാൻ പറ്റുന്നതാണോ? ഒരിക്കലുമല്ല. അത് സബറ്റോമിക് ലെവലുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് മറ്റൊരു ഫിസിക്സിന്റെ മേഖലയെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ടായിരുന്നു. അതായത് നമ്മുടെ ക്ലാസിക്കൽ ഫിസിക്സ് വച്ചിട്ട് നമുക്ക് പഠിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞ അറ്റോമിക് ഫിനോമിനാസ്, മോളിക്കുലാർ ഫിനോമിനാസ്, ന്യൂക്ലിയർ ഫിനോമിനാസ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഫിസിക്സിൽ മറ്റൊരു ബ്രാഞ്ച് രൂപം കൊണ്ടത്. അതിനാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ക്വാണ്ടം മെക്കാനിക്സ്.
അതായത് മെക്കാനിക്സ് എന്ന് വെച്ചാൽ മൂവ്മെന്റ് തന്നെയാണ് അറ്റ് ക്വാണ്ടം ലെവൽ, അതായത് മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള, അതായത് എന്താണ് മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഫിനോമിനാസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള പഠനം. അതാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ മൈക്രോസ്കോപ്പിക് ഡൊമൈനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര തരത്തിലുള്ള ഫിനോമിനാസ് ഉണ്ട്, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ മൈക്രോസ്കോപ്പിക് ഡൊമൈനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് പഠിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ഫിസിക്സിന്റെ പുതിയ ബ്രാഞ്ചിനെ അല്ലെങ്കിൽ ശാഖയെ നമ്മൾ എന്ത് വിളിക്കും? ക്വാണ്ടം മെക്കാനിക്സ് എന്നും വിളിക്കും. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പ്രകൃതിയിൽ ഉള്ള ഫണ്ടമെന്റൽ ഫോഴ്സസിനെ കുറിച്ചാണ്. ദ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നാച്ചർ. അതിൽ തന്നെ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചാണ്. എന്ത് ഫോഴ്സിനെ കുറിച്ചാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? അടുത്ത രണ്ടാമതായിട്ട് നോക്കാനുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്? അടുത്ത മൂന്നാമത് നോക്കാനുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. എന്താണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്? അടുത്ത നാലാമതായിട്ട് നോക്കാനുള്ളത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഓഫ് നാച്ചറിനകത്ത് പഠിക്കാനുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പാഠത്തു നിന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണിത്. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ബേസിക് കാര്യങ്ങളാണ്. അത് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് വായിച്ചു വെച്ചേക്കുക. കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മാത്രം മതി. ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മാത്രം, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്നെടുത്ത് വായിച്ചു വെച്ചിരുന്നാൽ മാത്രം മതിയാകും. ഓക്കെ. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ നല്ലതുപോലെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഓഫ് നാച്ചർ, 4 ടൈപ്പ് ഫോഴ്സസ് ആണുള്ളത് ഫണ്ടമെന്റൽ ഫോഴ്സസ് ആയിട്ട്. അതിലൊന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ടാമത്തെ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, മൂന്നാമത്തത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, നാലാമത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ. അതിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചാണ്. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് നമ്മുടെ മുമ്പത്തെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? മാസ് ഉള്ള ഏത് 2 ഒബ്ജക്ട്സും തമ്മിൽ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായത് ഈ യൂണിവേഴ്സിൽ നമ്മുടെ മാസ് ഉള്ള ഏത് 2 വസ്തുക്കൾക്കിടയിലും അനുഭവപ്പെടുന്ന ബലമായിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ എനി 2 ഒബ്ജക്ട്സ് ബൈ വിർച്യൂ ഓഫ് ദെയർ മാസസ്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ എനി 2 ഒബ്ജക്ട്സ് ബൈ വിർച്യൂ ഓഫ് ദെയർ മാസസ്. ഏത് 2 ഒബ്ജക്ട്സും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, ഫോഴ്സ് ഓഫ് മ്യൂച്വൽ അട്രാക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അട്രാക്ഷൻ ആണ് ഡ്യൂ ടു ദെയർ മാസസ്. മാസ് ഉള്ള ഏത് ഒബ്ജക്റ്റിനും ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും. അടുത്ത നമുക്ക് പറയാനുള്ളത് ഇതൊരു യൂണിവേഴ്സൽ ഫോഴ്സ് ആണ്. ഇതാണ് യൂണിവേഴ്സൽ ഫോഴ്സ് ആണ്. അതായത് യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും അങ്ങോട്ടും അതുപോലെ തിരിച്ചും അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എവരി ഒബ്ജക്ട് എക്സ്പീരിയൻസസ്, അതായത് എവരി ഒബ്ജക്ട് ഇൻ ദ യൂണിവേഴ്സ് എക്സ്പീരിയൻസസ് ദിസ് ഫോഴ്സ് ഡ്യൂ ടു എവരി അതർ ഒബ്ജക്ട് ഇൻ ദ യൂണിവേഴ്സ്. പിന്നെ ഈ ഫോഴ്സിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇറ്റ് ഈസ് എ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നാച്ചർ. അതായത് നാച്ചുറൽ അനുഭവപ്പെടുന്നതിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ഫോഴ്സ് ആണ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. എന്താണ്? ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. അതിനുള്ള മറ്റൊരു പ്രത്യേകതയാണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് തന്നെയായിരിക്കും. മറ്റു ഫോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് നമ്മൾ പറയുന്ന പ്രത്യേകത ഇതാണ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. ഒന്നുകൂടെ പറയാം, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ ഫോഴ്സ് ഓഫ് mutual attraction between any 2 objects by virtue of their masses, and it is a universal force. Okay, every object experiences this force due to every other object in the universe. It is the weakest force in the nature and it is always attractive. മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? F is equal to G(m1m2/r²). ഓക്കെ. അതായത് 2 വസ്തുക്കൾക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മളിപ്പോ m1 മാസുള്ള ഒരു വസ്തുവും m2 മാസുള്ള മറ്റൊരു വസ്തുവും കൺസിഡർ ചെയ്യുകയാണ്. ഈ വസ്തുക്കൾക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അവയുടെ മാസുകളുടെ ഗുണനത്തിന്, അതായത് മാസുകളുടെ പ്രോഡക്റ്റിന് നേരനുപാതത്തിലായിരിക്കും അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? F is directly proportional to എന്താണ്? m1 and m2. F is inversely proportional to r² എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഈ 2 ഇക്വേഷൻ നമുക്ക് കമ്പൈൻ ചെയ്ത് എങ്ങനെ എഴുതാം? F is directly proportional to m1 m2/r² എന്ന് നമുക്ക് എഴുതാൻ
കഴിയും. F is directly proportional to m1 m2 on r square എന്ന് നമുക്ക് എഴുതുവാനായിട്ട് കഴിയും. നമ്മൾ അവിടെ എന്താണ് ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ കിടപ്പുണ്ട്. ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് എന്താണ്? ജി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ജി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ അവിടെ നിന്നും എടുത്ത് മാറ്റുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? F is equal to G m1 m2 divided by r square എന്ന് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആയിരിക്കും. ലോങ് റേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? വളരെയധികം പരിധി, അതായത് ആ ഫോഴ്സിന്റെ പരിധി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. സ്ട്രെങ്ത് വളരെയധികം കുറവാണ്, പക്ഷേ അതിന്റെ പരിധി, അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. അതിന് കാരണം എന്താണ്? ഭൂമിയിലെ ഓരോ വസ്തുവും ഭൂമി അതിന്റെ സെന്ററിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്, ഭൂമിക്ക് ചുറ്റും ചന്ദ്രനുണ്ട്. അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള മോഷൻസ് എല്ലാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനാൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ആ ഒരു വ്യാപ്തി മനസ്സിലായല്ലോ, അതായത് അത് ആക്ട് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ലാർജ് റേഞ്ച് ഫോഴ്സ് ആയിരിക്കും. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പരിധി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പക്ഷേ സ്ട്രെങ്ത് എന്ന് പറയുന്നതായിരിക്കും വളരെ കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇതിനൊരു ഇന്റർവീനിങ് മീഡിയത്തിന്റെ ആവശ്യമില്ല ഈ ഫോഴ്സ് ആക്ട് ചെയ്യാൻ. അതായത് നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ടല്ലോ, ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് ഭൂമിയും സൂര്യനും തമ്മിൽ. ഓക്കെ, വാക്യൂം അല്ലേ നമ്മുടെ ഭൂമിയുടെ ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത്? വാക്യൂം അല്ലേ? അപ്പോൾ ഈ ഫോഴ്സ് ആക്ട് ചെയ്യാൻ എന്താ ആവശ്യമില്ല? ഒരു ഇന്റർവീനിങ് മീഡിയം ആവശ്യമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. അതുപോലെ ഈ ഫോഴ്സ് ആക്ട് ചെയ്യാൻ എന്താ ആവശ്യമല്ല? ഒരു ഇന്റർവീനിങ് മീഡിയം ആവശ്യം ഇല്ല എന്നാണ് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് പറയുവാനായിട്ട്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ രണ്ടാമത്തെ ഫോഴ്സ്, നാച്ചുറലിലെ രണ്ടാമത്തെ ഫോഴ്സ്, ഫണ്ടമെന്റൽ ഫോഴ്സസിലെ രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ചാണ്. നമ്മൾ ബേസിക് ആയിട്ട് രണ്ട് ചാർജസ് പഠിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഇങ്ങനെ ഈ ചാർജ് പാർട്ടിക്കിൾസിന് ഇടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയാം. അതായത് നമ്മുടെ എന്താണ് സ്റ്റഡി ആയിട്ടിരിക്കുന്ന വേറെ മൂവിംഗ് ഒന്നും ഇല്ലാത്ത രണ്ട് ചാർജ്ഡ് ബോഡീസിന് ഇടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു എന്ന് വയ്ക്കുക. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മളവിടെ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നു എന്ന് പറയും. ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ചുറ്റാകെ ഒരു എന്താ അനുഭവപ്പെടും? മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫോഴ്സ് എന്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും? ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾസിന് അനുഭവപ്പെടുന്ന രണ്ട് തരം ഫോഴ്സ്, രണ്ട് തരം ഫീൽഡ് എന്ന് പറയാൻ പറ്റും. ഒന്ന് ഇലക്ട്രിക് ഫീൽഡും മറ്റൊന്ന് മാഗ്നറ്റിക് ഫീൽഡും. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സും രണ്ട് തരം ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ഒരു മൂവിംഗ് ആയിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിന്, ഒരു മൂവിംഗ് ചാർജ് പാർട്ടിക്കിൾസിൽ രണ്ട് തരത്തിലുള്ള ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ഒന്ന് ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും. ഇത് രണ്ടും കൂടെ, ഈ രണ്ട് ഫോഴ്സ് കൂടെ നമ്മൾ കമ്പൈൻ ചെയ്താണ് എന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ചാർജ്ഡ് ബോഡീസിനിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിം ചാർജസ് ആണെങ്കിൽ ആ ഫോഴ്സ് എന്തായിരിക്കും? ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വികർഷണ ബലമായിരിക്കും. അത് ഒരേ തരത്തിലുള്ള ചാർജ് പ്ലസും ആണെങ്കിലോ മൈനസും ആണെങ്കിലോ, അതായത് നെഗറ്റീവ് ആണെങ്കിലോ പോസിറ്റീവ് ആണെങ്കിലും ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിപ്പൾസീവ് ആയിരിക്കും, അല്ലെങ്കിൽ വികർഷണ ബലമായിരിക്കും. എന്നാൽ രണ്ട് ഓപ്പോസിറ്റ് ചാർജസ്, രണ്ട് വിപരീത ചാർജസ് ആണെങ്കിൽ ഓക്കെ, അവ തമ്മിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അട്രാക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ആകർഷണ ബലമായിരിക്കും അല്ലേ? പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിന്റെ സ്ട്രെങ്ത് എത്രത്തോളമാണെന്ന് നമുക്ക് പറയാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ രണ്ട് പ്രോട്ടോൺസ് കൺസിഡർ ചെയ്യുവാണ്. എന്തുവാണ്? രണ്ട് പ്രോട്ടോൺസ് കൺസിഡർ ചെയ്യുന്നു. പ്രോട്ടോൺസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ന്യൂക്ലിയസിനകത്തുള്ളൊരു സബറ്റോമിക് പാർട്ടിക്കിൾ ആണ് അല്ലേ പ്രോട്ടോൺസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജ് ആണ്. രണ്ട് പ്രോട്ടോൺസ് അറ്റ് എ ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ പ്രോട്ടോൺസിനിടയ്ക്ക് ഏതൊക്കെ ഫോഴ്സ് നമുക്ക് പറയാൻ കഴിയും? ഒന്നാമത്തെ ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണത്തില്ലേ? കാരണം എന്താണ്? പ്രോട്ടോൺസിന് എന്ന് പറയുന്നത് മാസ് ഉണ്ട്, കൃത്യമായിട്ടൊരു മാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവ തമ്മിൽ എന്തുണ്ടാവും? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷനും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സും ഈ പ്രോട്ടോണിനിടയിൽ അനുഭവപ്പെടുന്ന ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏത് ഫോഴ്സിനായിരിക്കും സ്ട്രെങ്ത് കൂടുതൽ? ഓക്കെ, ഏത് ഫോഴ്സ് ആയിരിക്കും അതിനകത്ത് വലുത് എന്ന് നമുക്ക് നോക്കാം. ഏത് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് വലുത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അതിനുവേണ്ടി ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. ദ ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു പ്രോട്ടോൺസ് ഈസ് 10⁻36 ടൈംസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്
between them at any fixed distance. അങ്ങനെ രണ്ട് പ്രോട്ടോൺസിന് ഇടയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫോഴ്സ്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് തന്നെയാണ് ആ ഫോഴ്സ് എന്ന് പറയുന്നത്. രണ്ട് പ്രോട്ടോൺസിന് അതേ ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന രണ്ട് പ്രോട്ടോൺസിന് ഇടയിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ 10⁻36 ടൈം ആയിരിക്കും. എത്ര ടൈംസ് ആയിരിക്കും, അതായത് എത്ര മടങ്ങായിരിക്കും എന്നാണ് പറയുന്നത്. 10⁻36 മടങ്ങായിരിക്കും, അല്ലെങ്കിൽ അത്രയും ടൈംസ് ആയിരിക്കും. മടങ്ങ് എന്നാണ് നമ്മൾ ടൈംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10⁻36 എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ 1 ഇട്ടിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ അങ്ങോട്ട് 36 പൂജ്യം ഇട്ട് കൊടുക്കുന്ന ഒരു സംഖ്യയ്ക്ക് തുല്യമാണ്. നമ്മൾ 10⁻3 എങ്ങനെയാണ് എഴുതുന്നത്, 1 ഇട്ടിട്ട് റൈറ്റ് സൈഡിൽ 3 പൂജ്യം ഇട്ട് കൊടുക്കുക. അതുപോലെ 10⁻36 ആകുമ്പോൾ 1 ഇട്ടിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ എത്ര സീറോസ് ഇട്ട് കൊടുക്കുക, 36 സീറോസ് ഇട്ട് കൊടുക്കുക. അത്രയും വലിയൊരു നമ്പറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായാലും നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തുമാത്രം ചെറുതാണ്. ചെറുത് മീൻസ് എന്താണ്, അതിൻ്റെ സ്ട്രെങ്ത് എന്തുമാത്രം കുറവാണ് എന്ന് മനസ്സിലായില്ലേ? ആ മനസ്സിലാക്കാനാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ദ ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു പ്രോട്ടോൺസ് ഈസ് 10⁻36 ടൈംസ്. എന്താണ് 10⁻36 ടൈംസ് ദാറ്റ് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദാറ്റ് ടു പ്രോട്ടോൺസ് അറ്റ് എനി ഫിക്സഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രോട്ടോൺസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ രണ്ട് പ്രോട്ടോൺസിൽ തമ്മിൽ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ, ഒരു കൃത്യമായിട്ട് സെപ്പറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സെപ്പറേഷൻ കൊടുത്തിട്ട് ഇവ തമ്മിൽ ഇവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുന്നു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിട്ട് നമ്മൾ ഇവ തമ്മിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പ്രോട്ടോൺസിനിടയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത്, എന്ത് ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് തന്നെയാണ്. ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് 10⁻36 ടൈംസ്, അതായത് 10⁻36 മടങ്ങായിരിക്കും എന്തിന്റെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ. അതായത് ഈ രണ്ട് പ്രോട്ടോൺസിനും ഇടയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ 10⁻36 ടൈംസ് ആയിരിക്കും, അല്ലെങ്കിൽ 10⁻36 മടങ്ങായിരിക്കുമെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് കാരണം നമ്മൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പഠിച്ചു, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് പഠിച്ചു. ഈ രണ്ട് ഫോഴ്സിലും ഏതിനാണ് സ്ട്രെങ്ത് കൂടുതൽ, ഏതിനാണ് സ്ട്രെങ്ത് കൂടുതൽ എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, പ്രോട്ടോൺസിന്റെ കാര്യമെടുത്ത് പറഞ്ഞത്. അപ്പോൾ രണ്ട് പ്രോട്ടോണുകൾക്ക് ഇടയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് 10⁻36 മടങ്ങായിരിക്കും എന്തിന്റെ, ഇതേ രണ്ട് പ്രോട്ടോണുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ, ഗുരുത്വാകർഷണ ബലത്തിന്റെ 10⁻36 മടങ്ങായിരിക്കും ഇലക്ട്രിക്കൽ ഫോഴ്സ്. ഓക്കെ, അതിന് നമുക്കൊരു ഇക്വേഷന്റെ രൂപത്തിൽ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെ കൊടുക്കാം നമുക്ക് പറയാം. അതായത് രണ്ട് പ്രോട്ടോണുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക്കൽ ഫോഴ്സ് അത് നമ്മൾ F⁻E എന്ന് കൊടുക്കുന്നു. എന്ത് കൊടുക്കുന്നു, F⁻E എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇതേ രണ്ട് പ്രോട്ടോണുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന, ഇതേ ഡിസ്റ്റൻസിലുള്ള ആയിരിക്കണം, ഈ രണ്ട് പ്രോട്ടോണുകളുടെ ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കണം. ഇതേ രണ്ട് പ്രോട്ടോണുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിന് നമ്മൾ F⁻G എന്ന് കൊടുക്കുന്നു. എന്ത് കൊടുക്കുന്നു, F⁻G എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഒരു ഇക്വേഷൻ രൂപത്തിൽ എങ്ങനെ എഴുതാം. നമ്മൾ എപ്പോഴും ഒരു ഇക്വേഷൻ എന്തിനാണ് എഴുതുന്നത്, ഒരു ഇക്വേഷൻ എഴുതുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് പറയണം. അതിനുവേണ്ടിയാണ് നമ്മളൊരു ഇക്വേഷൻ എപ്പോഴും ഫോം ചെയ്യുന്നത്. ഇതിനൊരു ഇക്വേഷൻ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കണം, ഒരു ലെങ്തി ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്കൊരു ഇക്വേഷൻ ഒക്കെ എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് പറയാം. അതായത് F⁻E is equal to 10⁻36 ടൈംസ്, അതായത് 10⁻36 into F⁻G ആയിരിക്കും. അതായത് FE is equal to 10⁻36 into FG എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. അതിന് മീനിങ് ഇത്രയേ ഉള്ളൂ, രണ്ട് പ്രോട്ടോൺസിനിടയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് 10⁻36 ടൈംസ് ദാറ്റ് ഓഫ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം അറ്റ് എനി ഫിക്സഡ് ഡിസ്റ്റൻസ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അതുപോലെ നമ്മൾ നേരത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഫോഴ്സ് എന്താകാം, അട്രാക്റ്റീവ് ആവാം, അല്ലെങ്കിൽ എന്തും ആവാം, റിപ്പൾസീവ് ആവാം. അത് അവിടെ നമ്മൾ ഏത് ചാർജ് പാർട്ടിക്കിൾസിന്റെ ഇടയിലാണോ ആ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നത്, ആ ചാർജ് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആയിരിക്കും. എന്ത് റേഞ്ച് ഫോഴ്സ് ആയിരിക്കും, ലോങ് റേഞ്ച് ഫോഴ്സ് ആയിരിക്കും. അതായത് അതിന്റെ പരിധി എന്ന് പറയുന്നത്, ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. പക്ഷേ അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാളും കൂടുതലുമായിരിക്കും. ഇനി ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നതും ഒരു ഇന്റർവീനിങ് മീഡിയം ആവശ്യമില്ലാത്ത ഫോഴ്സ് ആണ്. അതായത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടാൻ അതിനിടയിൽ ഒരു മീഡിയത്തിന്റെ ആവശ്യം ഇല്ല, ഒരു മാധ്യമത്തിന്റെ ആവശ്യം ഇല്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നാച്ചുറലുള്ള മൂന്നാമത്തെ ഫോഴ്സ് ആണ്. ഏതാണ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്.
നമ്മുടെ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെയുണ്ട്, ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അതായത് ന്യൂക്ലിയസിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ്. നമ്മുടെ ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ന്യൂക്ലിയോൺസ് എന്ന് പറയും. ന്യൂക്ലിയസിനകത്തുള്ള സബറ്റോമിക് പാർട്ടിക്കിൾസ് നമ്മൾ അതിനെ എന്ത് പറയും? ന്യൂക്ലിയോൺസ് എന്ന് പറയും. അവ ഏതൊക്കെയാണ്? പ്രോട്ടോൺസ് ഉണ്ട്, പിന്നെ ന്യൂട്രോൺസ് ഉണ്ട്. ഇവയിൽ ന്യൂട്രോൺസിന് നമുക്ക് മാറ്റി നിർത്താം. കാരണം അതെന്താണ്? അതിന് ചാർജ് ഉള്ള വസ്തുക്കളല്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അതിനെ മാറ്റി നിർത്താം. പക്ഷെ നമ്മൾ പ്രോട്ടോൺസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോട്ടോൺസിന് എന്ത് ചാർജാണുള്ളത്? പോസിറ്റീവ് ചാർജാണുള്ളത്. എന്ത് ചാർജാണുള്ളത്? പോസിറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ രണ്ട് പ്രോട്ടോൺസ് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തതുപോലെ രണ്ട് പ്രോട്ടോൺസ് ഇങ്ങനെ നമ്മൾ എടുത്തു വച്ചിരിക്കുകയാണ്. അങ്ങനെ രണ്ട് പ്രോട്ടോൺസ് എടുത്ത് വച്ചിരുന്നാൽ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ് നമ്മൾ പറയാൻ പോവാണ്. ഒന്നെന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ ആദ്യം പഠിച്ച ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടില്ലേ? അനുഭവപ്പെടും. കാരണം എന്താണ്? പ്രോട്ടോൺസിന് മാസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ പ്രോട്ടോൺസിന് മാസ് ഉള്ളതുകൊണ്ട് അവയ്ക്കിടയിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടും. അതുപോലെ തന്നെ എന്തോ അനുഭവപ്പെടും? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടും. ഇല്ലേ? ഇലക്ട്രിക് ഫോഴ്സ് അനുഭവപ്പെടും. നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് 10⁻36 ടൈംസ് ദാറ്റ് ഓഫ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഗുരുത്വാകർഷണ ബലത്തിന്റെ 10⁻36 മടങ്ങായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഏത് ഫോഴ്സാണ് വലുത്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഏത് തരത്തിലുള്ളതായിരിക്കും? രണ്ട് പ്രോട്ടോൺസിന്റെ ഇടയിലായിരിക്കുമ്പോൾ അതൊരു റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും, ഒരു വികർഷണ ബലമായിരിക്കും. കാരണം എന്താണ്? ഈ രണ്ട് പ്രോട്ടോൺസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ്. ലൈക്ക് ചാർജസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അല്ലെങ്കിൽ വികർഷിക്കും. ഒരേപോലെയുള്ള ചാർജുകൾ എന്ത് ചെയ്യും? വികർഷിക്കും. അവ തമ്മിൽ അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് എന്തായിരിക്കും? വികർഷണ ബലമായിരിക്കും. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാളും കൂടുതലാണ് അവിടുത്തെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അതുകൊണ്ട് തന്നെ അവ തമ്മിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും, ഒരു വികർഷണ ബലമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ന്യൂക്ലിയസിനകത്ത് ഈ പ്രോട്ടോൺസിനെ ഉൾക്കൊള്ളിച്ച് നിർത്തണമെങ്കിൽ വളരെയധികം ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതായത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സിനെ ഓവർകം ചെയ്യുന്ന മറ്റൊരു ഫോഴ്സ്, അതായത് ഇലക്ട്രിക് ഫോഴ്സിനെക്കാളും സ്ട്രെങ്ത് കൂടിയ മറ്റൊരു ഫോഴ്സ് ന്യൂക്ലിയസിനകത്തുണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ട് പ്രോട്ടോൺസിനെ നമുക്ക് അടുപ്പിച്ച് നിർത്തുവാൻ കഴിയൂ, അല്ലെങ്കിൽ ആ ന്യൂക്ലിയസിനകത്ത് ബൈൻഡ് ചെയ്ത് നിർത്തുവാനായിട്ട് കഴിയൂ. അതിനാണ് നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയസിനകത്തെ പാർട്ടിക്കിൾസിനിടയിൽ അനുഭവപ്പെടുന്ന, അതായത് ന്യൂക്ലിയസിനകത്തെ പാർട്ടിക്കിൾസ്, സബറ്റോമിക് പാർട്ടിക്കിൾസ് ആയ ന്യൂക്ലിയോൺസിനിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനാണ് നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് പ്രോട്ടോണുകൾക്കിടയിൽ അനുഭവപ്പെടും, ഒരു പ്രോട്ടോണിനും ഒരു ന്യൂട്രോണിനും ഇടയിൽ അനുഭവപ്പെടും, രണ്ട് ന്യൂട്രോണുകൾക്കിടയിലും അനുഭവപ്പെടുന്ന ഫോഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോഴ്സിനെ എന്തോ പറയാം? ചാർജ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. ഇത് അവ അനുഭവപ്പെടുന്ന സബറ്റോമിക് പാർട്ടിക്കിൾസിനെ ചാർജിനെ നമുക്ക് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല. ചാർജ് എന്ത് തന്നെ ആയാലും അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അങ്ങനെ ഒരു ആകർഷണ ബലം അവിടെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ഒക്കെ ആ ന്യൂക്ലിയസ് എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു സ്പേസിനൊക്കെ നമുക്ക് ഒരുമിപ്പിച്ച് നിർത്താൻ പറ്റൂ. ന്യൂക്ലിയസിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന് നമുക്കറിയാം. ഓക്കെ, അതിന്റെ ആ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 10⁻15 ആണ്. 10⁻15 റേഞ്ചസിലാണ്, 10⁻15 മീറ്റർ റേഞ്ചസിലാണ് ന്യൂക്ലിയസിന്റെ സൈസ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു സൈസിനകത്തേക്ക് ഈ ന്യൂക്ലിയോൺസിനെ ഒക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ വളരെയധികം വലിയൊരു ഫോഴ്സ് കൊടുക്കണം. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെക്കാളും ഉയർന്ന ഒരു ഫോഴ്സ് കൊടുക്കണം. അതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ചാർജ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഏത് ചാർജുള്ള ബോഡി ആയാലും, വെദർ ഇറ്റ് ഈസ് പ്രോട്ടോൺസ് ഓർ ന്യൂട്രോൺസ്, അവയ്ക്ക് ഇടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ത് തന്നെയായിരിക്കും? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ത് തന്നെയായിരിക്കും? അട്രാക്റ്റീവ് ആയിരിക്കും. എന്ത് തന്നെയായിരിക്കും? അട്രാക്റ്റീവ് ആയിരിക്കും. നമുക്കറിയാം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതിൻ്റെ കമ്പാരിസൺ നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ റുദർഫോർഡിന്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ഗോൾഡ് ഫോയിലേക്ക് നമ്മൾ ആൽഫ പാർട്ടിക്കിൾസിനെ പതിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഗോൾഡ് ഫോയിൽ പെനിട്രേറ്റ് ചെയ്തിട്ട് ഭൂരിഭാഗം, നമ്മൾ കടത്തിവിട്ട ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾസും പുറത്തു വന്ന് അതിന്റെ ചിറ്റാകെ വെച്ചിരുന്ന ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ പതിക്കും. എന്നാൽ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഗോൾഡ് ഫോയിലിൽ വന്ന് പതിച്ചിട്ട് റിഫ്ലക്സ് ബാക്ക്, അതുപോലെ തിരിച്ച് പ്രതിഫലിക്കും. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് സംഭവിക്കും? ഗോൾഡ് ഫോയിൽ വന്ന് പതിച്ചിട്ട് അവയുടെ പാതയ്ക്ക്, അതായത് പാത്തിന് ചെറിയൊരു അറ്റ് ആൻ ആംഗിളിൽ ഒരു ഡീവിയേഷൻ സംഭവിക്കും. അതിന് കാരണം എന്താണ്? അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ആ ഗോൾഡ് ഫോയിലിനകത്ത് എന്തുണ്ട്? ആറ്റംസ് ഉണ്ട്. ഈ ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. നമ്മളിപ്പോൾ കൊടുത്തത് ആൽഫ പാർട്ടിക്കിൾസ്, പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ്. ആ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ന്യൂക്ലിയസിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇടിക്കുമ്പോൾ ന്യൂക്ലിയസിൽ എന്ത് ചാർജ് ഉണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജ് തമ്മിലൊരു റിപ്പൾഷൻ ഉണ്ടാവും. അതിന്റെ ഫലമായിട്ടാണ് ഇത് റിഫ്ലക്സ് ബാക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് തിരിച്ചു പോകുന്നത്. പക്ഷേ ഭൂരിഭാഗം ഉണ്ടാവും ആ ഗോൾഡ് ഫോയിൽ കടന്ന് പുറത്തു വരുന്നുണ്ട്. അതിന് കാരണം എന്താണ്? നമ്മുടെ ആ ഒരു ഗോൾഡ് ഫോയിൽ ആറ്റം എടുത്തു കഴിഞ്ഞാൽ
ഈ ആറ്റത്തിന്റെ ഭൂരിഭാഗം സ്പേസും എംപ്റ്റി ആണെന്ന് പറയാം, ശൂന്യമാണെന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ കടത്തിവിട്ട ഒട്ടുമിക്ക പാർട്ടിക്കിൾസും ഗോൾഡ് ഫോയിൽ കടന്ന് പുറത്തു വന്നു. അവയ്ക്ക് പാതയ്ക്കൊരു വ്യത്യാസവും സംഭവിക്കാതെ പുറത്തു വന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് ഈ ആറ്റത്തിനകത്ത് അവയുടെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു ചെറിയൊരു സ്പേസിലാണ്, ബാക്കി എല്ലാ സ്പേസും എംപ്റ്റി ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ആറ്റത്തിനകത്ത് അവയുടെ മാസ് പൂർണ്ണമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. അല്ലെങ്കിൽ പ്രോട്ടോൺസ് പൂർണ്ണമായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗത്തെ നമുക്ക് ന്യൂക്ലിയസ് എന്ന് വിളിക്കുവാനായിട്ട് കഴിയും. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. എവിടെ? റുദർഫോർഡിന്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നമ്മൾ ഇനി പഠിക്കും. നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്, നമ്മൾ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇതാണ് റുദർഫോർഡിന്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അത് പ്രകാരം ആറ്റത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഒക്കെ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ചാണ്. ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രോട്ടോണിനും ഇടയ്ക്കും ന്യൂട്രോണിനും ഇടയ്ക്കും അതുപോലെ തന്നെ പ്രോട്ടോണിനും ന്യൂട്രോണിനും ഇടയ്ക്കൊക്കെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ചാർജ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റും. ഇതാണ് ചാർജ് ഇൻഡിപെൻഡന്റ്. അതുപോലെ തന്നെ വിച്ച് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്, അതായത് ഒരു ന്യൂക്ലിയസിന്റെ സൈസ്, ആ ഒരു ഓർഡറിലാണ് ഈ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ഒരു ന്യൂക്ലിയസിനകത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണെന്ന് പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും? ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. എന്താണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പരിധി എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന് നമുക്ക് പറയാം. ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ്, ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ വളരെ ചെറുതല്ലേ, അതുകൊണ്ട് തന്നെ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുവാൻ കഴിയും, ദിസ് ഫോഴ്സ് ഈസ് 100 times that of the electromagnetic force. എന്താണ് ഈ ഫോഴ്സിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ സ്ട്രെങ്തിനെക്കാളും 100 times ആയിരിക്കും, ഏകദേശം 100 മടങ്ങോളമായിരിക്കും. വിച്ച് ഈസ് ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ ദ ഫണ്ടമെന്റൽ ഫോഴ്സസ്. അത് ഫണ്ടമെന്റൽ ഫോഴ്സ് നമ്മൾ 4 പറഞ്ഞില്ലേ, അതിനകത്ത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെക്കാളും 100 times കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ 3 ഫോഴ്സിന്റെ കാര്യം പറഞ്ഞു. ഏത് പറഞ്ഞു? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പറഞ്ഞു, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് പറഞ്ഞു, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് പറഞ്ഞു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഏതാണെന്ന് പറഞ്ഞു? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണെന്നും പറഞ്ഞു. ഇനി അടുത്തൊരു വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും കൂടെ പറയാനുണ്ട്, അത് ഇതിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന ഈ ഫണ്ടമെന്റൽ ഫോഴ്സിനകത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് about 100 times that of the electromagnetic force. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെക്കാളും 100 times ആയിരിക്കും. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ ഷോർട്ടും ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. 2 പ്രോട്ടോൺസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അവ തമ്മിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, മാസ് ഉള്ളത് കൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് എന്താണ്? റിപ്പൾഷൻ ആണ്. കാരണം എന്താണ്? പ്രോട്ടോൺസ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആണ്. കാരണം എന്താണ്? പ്രോട്ടോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട്. ഇനി അടുത്ത എന്ത് ഫോഴ്സ് ഉണ്ട്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. അത് എന്ത് ടൈപ്പ് ഫോഴ്സ് ആണ്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ 2 പ്രോട്ടോൺസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന 3 ഫോഴ്സസ് ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, പിന്നെ ഏതാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതിനകത്ത് ഏറ്റവും വലുത് ഏതുമായിരിക്കും? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സുമായിരിക്കും. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഫണ്ടമെന്റൽ ഫോഴ്സിൽ 4ാമതായിട്ടുള്ള വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫോഴ്സ് അപ്പിയേഴ്സ് ഇൻ certain nuclear process such as the beta decay of nucleus. അതായത് ന്യൂക്ലിയസിന്റെ ബീറ്റ എമിഷൻ അല്ലെങ്കിൽ ബീറ്റ ഡീകേ നടക്കുമ്പോൾ അവയുടെ പാർട്ടിക്കിൾസ് ഇടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനാണ് നമ്മൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബീറ്റ എമിഷൻ നടക്കുന്ന സമയത്ത് ഈ ന്യൂക്ലിയസ് അതിൻ്റെ ഉള്ളിൽ നിന്നും ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. കൂടെ ഒരു ആന്റി ന്യൂട്രിനെയും കൂടെ എമിറ്റ് ചെയ്യും. ഒരു ചാർജ്ലെസ് പാർട്ടിക്കിളായ ആന്റി ന്യൂട്രിനെയോടെ എമിറ്റ് ചെയ്യും. അങ്ങനെ ഈ ആന്റി ന്യൂട്രിനോ മറ്റ് പാർട്ടിക്കിൾസുമായിട്ടുള്ള ഇന്ററാക്ഷൻസിന്റെ ഫലമായിട്ടാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാകുന്നത്. ഇനി ഇലക്ട്രോൺസിനകത്തു നിന്നും എമിറ്റ് ചെയ്യുന്നത് പോസിട്രോൺ ആണെങ്കിൽ, എന്താണെങ്കിൽ പോസിട്രോൺ ആണെങ്കിൽ അതിൻ്റെ കൂടെ എമിറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾ, അസോസിയേറ്റ് ചെയ്ത് വരുന്ന പാർട്ടിക്കിൾ ന്യൂട്രിനോ ആയിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പിന്നീട് പഠിക്കും. ന്യൂട്രോൺസിനകത്ത് നിന്നും എങ്ങനെ ഇലക്ട്രോൺസ് വരുന്നെന്ന് ചോദിച്ചാൽ ഒരു ന്യൂട്രോണിനെ സ്പ്ലിറ്റ് ചെയ്താണ് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യിക്കാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച്, അതായത് അല്ലെങ്കിൽ ബീറ്റ ഡീകയെ കുറിച്ച്, നമ്മുടെ ബീറ്റ ഡീകയെ കുറിച്ച് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആസ് വീക്ക് ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ അത്ര വീക്ക് ആയിരിക്കില്ല വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ബട്ട് ഇറ്റ് ഈസ് വീക്കർ ദാൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെക്കാളും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെക്കാളും വീക്ക് ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ആസ് വീക്ക് ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ബട്ട് ഇറ്റ് ഈസ് വീക്കർ ദാൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, അതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ ഇതെന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. കാരണം ന്യൂക്ലിയസിനകത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ്.
അതുകൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആയിരിക്കും. എന്തായിരിക്കും? ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഈ 4 ഫോഴ്സുകൾ പഠിച്ചു. ഈ 4 ഫോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഏത് ഫോഴ്സിനാണ്? അതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഓക്കെ, സ്ട്രെങ്ത് വൈസ് നമുക്ക് ഈ ഫോഴ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഫോഴ്സ് ഏതാണെന്ന് പറഞ്ഞു. ഫണ്ടമെന്റൽ ഫോഴ്സസിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഫോഴ്സ് ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഏത് ഫോഴ്സ് ആണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഫണ്ടമെന്റൽ ഫോഴ്സസിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് വരുന്ന ഫോഴ്സ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഏതിനായിരിക്കും? അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഏതിനായിരിക്കും വരുന്നത്? അത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനായിരിക്കും. ഏതിനായിരിക്കും? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനായിരിക്കും. ഏതിനായിരിക്കും? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഏതിനായിരിക്കും? അതിനേക്കാൾ കുറച്ചുകൂടെ സ്ട്രെങ്ത് കുറവ് ആർക്കായിരിക്കും? നമ്മുടെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനായിരിക്കും. അതുപോലെ നമ്മൾ പറഞ്ഞു, ഏറ്റവും ഫണ്ടമെന്റൽ ഫോഴ്സസിൽ ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞ ഫോഴ്സ് അല്ലെങ്കിൽ ഏറ്റവും വീക്കർ ഫോഴ്സ് ആണ് ഇത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഫണ്ടമെന്റൽ ഫോഴ്സ് നമ്മൾ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്താൽ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, അത് കഴിഞ്ഞ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, അത് കഴിഞ്ഞ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, അത് കഴിഞ്ഞ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, സ്ട്രെങ്ത് കൂടി വരുന്ന ക്രമത്തിലാണെങ്കിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാം? ആദ്യം ഏത് വരും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരും, അത് കഴിഞ്ഞ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വരും, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടുതലാക്കാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, അത് കഴിഞ്ഞ് ഏറ്റവും സ്ട്രെങ്ത് കൂടുതലാക്കാണ് നമ്മുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ നമ്മുടെ ഈ ഫണ്ടമെന്റൽ ഫോഴ്സിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ഏതായിരിക്കും? നമ്മുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഇക്കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അതായത് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ ഈ ഫണ്ടമെന്റൽ ഫോഴ്സസും അതിന്റെ സ്ട്രെങ്ത് വൈസ് ഉള്ള അറേഞ്ച്മെന്റും ഒന്ന് നോക്കി വെച്ചേക്കണം. സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ എത്രത്തോളം ആ ഫോഴ്സ് സ്ട്രോങ് ആണ്, എത്രത്തോളം മാഗ്നിറ്റ്യൂഡ് ഉണ്ട് ആ ഫോഴ്സ്, അതാണ് നമ്മൾ ഈ സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് വൈസ് ഉള്ള അതിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് കുറച്ച് കൺസർവേഷൻ ലോസിനെ കുറിച്ചാണ്. അതിൽ നമുക്ക് ഒന്നാമത് നോക്കാനുള്ള കൺസർവേഷൻ ലോ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്, രണ്ടാമത് നോക്കാനുള്ള കൺസർവേഷൻ ലോ കൺസർവേഷൻ ഓഫ് എനർജി, മൂന്നാമത് നോക്കാനുള്ളത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, അടുത്ത് നോക്കാനുള്ളത് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. അങ്ങനെ 4 കൺസർവേഷൻ ലോസ് ആണ് നമ്മൾ പറയുന്നത്. ഒരു ക്വാണ്ടിറ്റി നമ്മൾ കൺസേർവ്ഡ് ആയിരിക്കുക എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ആ ക്വാണ്ടിറ്റിക്ക് ടൈമിനനുസരിച്ചൊരു വേരിയേഷൻ ഉണ്ടാകാൻ പാടില്ല. എന്താണ്? ആ ക്വാണ്ടിറ്റി ടൈം നമുക്ക് മാറുന്നതിനനുസരിച്ച് ആ ക്വാണ്ടിറ്റിക്ക് യാതൊരു തരത്തിലുള്ള വേരിയേഷൻ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ആ ക്വാണ്ടിറ്റി എന്തെന്ന് പറയാം? കൺസേർവ്ഡ് ആണെന്ന് പറയാം. അതായത് ഒരു ടൈം മാറുന്നതിനനുസരിച്ച് ആ ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ആ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് പറയാം? കൺസേർവ്ഡ് ആണെന്ന് പറയാം. അങ്ങനെ അപ്പോൾ നമുക്ക് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് നോക്കാം. ഇലക്ട്രിക് ചാർജിന്റെ കൺസർവേഷൻ എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ദ ഇലക്ട്രിക് ചാർജ് cannot be created nor be destroyed. It can be transferred or exchanged. അതായത് ഇലക്ട്രിക് ചാർജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല, നിർമ്മിക്കാൻ കഴിയില്ല, അതുപോലെ ഡിസ്ട്രോയിഡ് നശിപ്പിക്കാൻ കഴിയില്ല. അതിനെ പക്ഷേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു സബ്സ്റ്റൻസിൽ നിന്ന് മറ്റൊരിതിലേക്ക് മാറ്റാൻ കഴിയും. ഓക്കെ, അതാണ് നമ്മുടെ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും നമ്മുടെ സിൽക്കിന് നെഗറ്റീവ് ചാർജും കിട്ടും. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ് റോഡിലുള്ള ആറ്റംസ് ഉണ്ട്. ഗ്ലാസ് റോഡിനകത്ത് ആറ്റംസ് ഉണ്ട്. ആ ആറ്റംസ് ആ ആറ്റത്തിനകത്ത് തന്നെ അതിൽ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടായിരിക്കും അതിൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ നിൽക്കുന്നത്. നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ, അതായത് നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ, അങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഗ്ലാസ് റോഡിലുള്ള ഇലക്ട്രോൺസ്, അതായത് അതിലെ ആറ്റത്തിലെ ഇലക്ട്രോൺസിന് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിന് ഈ ഹീറ്റ് ലഭിക്കുകയും അതിൻ്റെ ഫലമായി ആ ഇലക്ട്രോൺ അവിടെ നിന്ന് എവിടേക്ക് വരികയും ചെയ്യും? സിൽക്കിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺ ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ഗ്ലാസ് റോഡിനെ പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ സ്വീകരിക്കപ്പെടുന്ന സിൽക്കിന് നെഗറ്റീവ് ചാർജും കിട്ടും. തൽഫലമായി അവിടെ ഒരു ചാർജിന്റെ ഒരു എക്സ്ചേഞ്ച് അല്ലേ നടന്നത്. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. എക്സ്ചേഞ്ച് ചെയ്യാനേ പറ്റൂ, നിർമ്മിക്കാൻ കഴിയില്ല, അതുപോലെ നശിപ്പിക്കാൻ കഴിയില്ല. ഗ്ലാസ് റോഡിന് എത്ര ചാർജ് നഷ്ടമായോ അത്രത്തോളം ചാർജ് എവിടെ കിട്ടും? നമ്മുടെ സിൽക്കിന് കിട്ടുന്നതായിരിക്കും. ഇതേപോലൊരു എക്സാമ്പിൾ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്നു. നമ്മൾ സ്കെയിലൊക്കെ എടുത്തിട്ട് നമ്മുടെ ഹെയറിൽ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് നമ്മളൊരു പേപ്പർ കഷ്ണത്തിൽ നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ കഷ്ണം അട്രാക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു പേപ്പർ കഷ്ണത്തിൽ, ഒരു പീസ് ഓഫ് പേപ്പർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ കഷ്ണത്തെ ആ സ്കെയിൽ അട്രാക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അവിടെയും ഇതേ സെയിം പ്രോസസ് തന്നെയാണ്. ചാർജിന്റെ എക്സ്ചേഞ്ച് കൊണ്ടാണ് അവിടെ
അവിടെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ദ ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ഓർ ട്രാൻസ്ഫോർഡ്. അടുത്ത് നമുക്ക് രണ്ടാമത് പറയാനുള്ളത് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺസർവേഷൻ ഓഫ് എനർജി എന്താണെന്ന്. ദ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇറ്റ് ക്യാൻ കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതായത് എനർജിയെ നമുക്ക് നിർമ്മിക്കുവാൻ കഴിയില്ല, അതുപോലെ നശിപ്പിക്കുവാൻ കഴിയില്ല. അതിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റുവാൻ മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ എനർജിയുടെ കൺവേർഷൻ ഒക്കെ നമ്മൾ പഠിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ടും ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജിയൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, പല ചാപ്റ്റേഴ്സിലായിട്ട് നമ്മൾ പഠിക്കും. ജസ്റ്റ് ഇത് എന്താണെന്ന് മാത്രം ഇപ്പോൾ അറിഞ്ഞു വെച്ചേക്കാം. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ്, അതായത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ്. അതായത് മൊമെന്റം എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്കം എന്ന് മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്, ആക്കം. അപ്പോൾ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ നോ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ലീനിയർ മൊമെന്റം ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തില്ല ഒരു ബോഡിക്കകത്ത് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനകത്ത്, ഒരു വസ്തുവിനകത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തില്ല ഉണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് റിമെയിൻസ് കോൺസ്റ്റന്റ്. എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. പുറത്തുനിന്ന് ഒരു ഫോഴ്സ് പുറത്തുനിന്ന് ഒരു തരത്തിലുള്ള ഫോഴ്സ് നമ്മളൊരു വസ്തുവിന് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ ആക്കത്തിന് വേറെ വ്യത്യാസമൊന്നും സംഭവിക്കുക ഇല്ല. അതിൻ്റെ ആക്കം എത്രയുണ്ടായിരുന്നോ അതിൻ്റെ ആക്കം അതേ അവസ്ഥയിൽ തന്നെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആക്കം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് മൊമെന്റം പി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. പി ഈസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതും? എം ഇൻറ്റു വി, മാസ് ഇൻറ്റു വെലോസിറ്റി. അതിന് ചേഞ്ച് ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ്, അതായത് പുറത്തു നിന്നൊരു അസന്തുലിത ബാഹ്യബലം നമ്മൾ പ്രയോഗിക്കാൻ പാടില്ല, എങ്കിൽ മാത്രമേ ഈ മൊമെന്റം കൺസർവ്ഡ് ആയിട്ട് നമുക്ക് വയ്ക്കുവാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ്. അപ്പോൾ നാലാമത്തെ കൺസർവേഷനിലോ ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലീനിയർ മൊമെന്റം നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ റൊട്ടേറ്ററി മോഷൻ പഠിക്കും. ഇങ്ങനെ റൊട്ടേറ്ററി മോഷന്റെ സമയത്ത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ലീനിയർ മൊമെന്റത്തിന് പകരമായി റൊട്ടേറ്ററി മോഷൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലീനിയർ മൊമെന്റം നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പദമാണ് ഉപയോഗിച്ചത്. പക്ഷേ അതിന് സമാനമായിട്ട് അല്ലെങ്കിൽ അതിന് അനലോഗസ് ആയിട്ട് നമ്മൾ ആംഗുലാർ മൊമെന്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ടോർക്ക് എന്ന് പറയുന്നത്. എന്താണ് ടോർക്ക് എന്ന് പറയുന്ന ഒരു ടേം? അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. ടോർക്ക് എന്ന് പറയുന്ന ഫോഴ്സിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്ന് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ആംഗുലാർ മൊമെന്റം അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ നോ എക്സ്റ്റേണൽ ടോർക്ക് ദ ആംഗുലാർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് എക്സ്റ്റേണൽ ആയിട്ട് ടോർക്ക് ഒന്നും പ്രയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ടോർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് തന്നെയാണ്, ഫോഴ്സിന്റെ ആംഗുലാർ മൊമെന്റത്തിലുള്ള ടേം ആണ് നമ്മൾ എന്ന് പറയുന്നത് ടോർക്ക് എന്ന് പറയുന്നത്. അണ്ടർ നോ എക്സ്റ്റേണൽ ടോർക്ക് ദ ആംഗുലാർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ആംഗുലാർ മൊമെന്റത്തിന് നമ്മൾ ക്യാപിറ്റൽ എൽ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. mvr എന്ന് പറയുന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എം എന്ന് പറയുന്ന മാസ്, വി വെലോസിറ്റി, ആർ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. അപ്പോൾ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്താണ്? അണ്ടർ നോ എക്സ്റ്റേണൽ ടോർക്ക് ദ ആംഗുലാർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ 4 കൺസർവേഷൻ ലോസും പഠിച്ചു വയ്ക്കുക. നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഫണ്ടമെന്റൽ ഫോഴ്സസ്, അതിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചുള്ള അതിൻ്റെ അറേഞ്ച്മെന്റ്, നമ്മുടെ കൺസർവേഷൻ ലോസ്, ഈ മൂന്ന് ടോപ്പിക്സുമാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 1-2 നോക്കാം. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാൻ കഴിയും, അല്ലെങ്കിൽ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്, വലിയ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് പഠിക്കാൻ. സയൻറ്റിസ്റ്റിൻ്റെ പേര്, കുറച്ച് ടെക്നോളജീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളോട് നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തിട്ട്. അപ്പോൾ ടെക്സ്റ്റ് എല്ലാവരും വായിച്ചു നോക്കുക. ഈ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവരും നല്ലതുപോലെ ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് നോട്ടൊക്കെ പിന്നീട് തരുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റ് ചാപ്റ്ററുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി.